ശ്രീനിജന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയിൽ വിജിലൻസിന്റെ പ്രാഥമിക പരിശോധന. പൊതുമേഖലാ സ്ഥാപനമായ BPCLന്റെ CSR ഫണ്ട് വാങ്ങി നടപ്പാക്കിയ പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ആക്ഷേപം. രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, എന്താണ് വിശദാംശങ്ങൾ? ഏത് തരത്തിലുള്ള ക്രമക്കേട് ഈ പദ്ധതിയിൽ ഉണ്ടായെന്നാണ് ആക്ഷേപമുയരുന്നത്? കുന്നത്തുനാട് മുൻ MLAയും അതോടൊപ്പം തന്നെ CPM നേതാവുമായിട്ടുള്ള PV ശ്രീനിജന്റെ നേതൃത്വത്തിലാണ് ഈ സ്ലേറ്റ് എന്ന് പറയുന്ന പദ്ധതി അന്ന് മണ്ഡലത്തിൽ നടപ്പാക്കിയത്. ആ പദ്ധതിയിലാണ് ക്രമക്കേട് ആരോപണം ഉയർന്നിരുന്നത്. അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ സർക്കാർ വന്നിരിക്കുന്ന ഘട്ടത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു എൻക്വയറി ആരംഭിച്ചിരിക്കുകയാണ്. പെറ്റീഷൻ എൻക്വയറിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വിജിലൻസ് എറണാകുളം യൂണിറ്റാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഈ പദ്ധതിയുടെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് സെന്റ് തെരേസാസ് വെൽഫെയർ സൊസൈറ്റി ആയിരുന്നു. അതോടൊപ്പം തന്നെ BPCLന്റെ CSR ഫണ്ട് വാങ്ങിയിട്ടാണ് എയ്ഡഡ് സ്കൂളുകളിലും അതോടൊപ്പം തന്നെ അൺഎയ്ഡഡ് സ്കൂളുകളിലും ആ മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഈ പദ്ധതി നടപ്പാക്കിയത്. ഈ പദ്ധതി എന്ന് പറയുന്നത് പ്രധാനമായും പ്രത്യേകിച്ചും ഈ കരിക്കുലത്തെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ ഒരു എഡ്യൂക്കേഷണൽ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് നടപ്പാക്കുന്നതായിരുന്നു പദ്ധതി. അതിലാണ് ക്രമക്കേട് ആരോപണം, ഫണ്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണം ഉയർന്നത്. അതിലാണ് ഇപ്പോൾ പുതിയ സർക്കാർ വന്നിരിക്കുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പരാതിയിൽ ഒരു എൻക്വയറി ആരംഭിച്ചിരിക്കുന്നത്. വിജിലൻസിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് ഈ എൻക്വയറി നടക്കും. ആ എൻക്വയറി നടന്ന ശേഷം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൈമാറും. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പിന്നീട് കേസെടുക്കുന്നോ വേണ്ടയോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക. എന്തായാലും PV ശ്രീനിജൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താനൊരു ഫെസിലിറ്റേറ്റർ മാത്രമായിരുന്നു. ഇതിൽ സുതാര്യമായി നടന്ന പദ്ധതിയാണ്. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നതാണ് നിലവിൽ XMLA ആയിട്ടുള്ള ശ്രീനിജൻ പറയുന്നത്. എന്തായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിലാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം, ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ BPCLൽ നിന്ന് CSR ഫണ്ട്, പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള BPCLൽ നിന്ന് CSR ഫണ്ട് വാങ്ങിയ ശേഷം അതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോജക്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്നു എന്നതാണ്. ഇതിൻ്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെന്റ് തെരേസാസ് വെൽഫെയർ സൊസൈറ്റിയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടന്നത്. പക്ഷേ ഈ കുന്നത്താട് മേഖലയിലാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആണ് ക്രമക്കേട് ആരോപണം മുൻപ് ഉയർന്നു വന്നത്. ആ ആരോപണത്തിൽ പരാതി നൽകുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു എൻക്വയറി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്.